ഹലോ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കോട്ടൺ സാരി എന്ന് പറയുന്നത്. കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് ഉടുക്കാനായിട്ടെന്ന്. പക്ഷേ ഉടുത്ത് കഴിഞ്ഞാൽ ഇത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സാരി പിന്നെ നമുക്ക് വേറെ ഒരു ക്ലോത്തിലും കിട്ടില്ല. അത്രയും കംഫർട്ടബിൾ ആയിരിക്കും നമുക്ക്. അതുപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ലുക്കായിരിക്കും കോട്ടൺ സാരിയൊക്കെ ഒതുക്കി കൊടുത്തു കഴിഞ്ഞാൽ. പിന്നെ അത് ബോർഡർ സാരി ആണെങ്കിൽ പിന്നെ പറയുകയോ വേണ്ടല്ലോ അല്ലേ. അപ്പോൾ നമ്മുടെ ഇത് സാരി ഡ്രേപ്പിംഗ് വീഡിയോ എന്ന് പറയുന്നത് കോട്ടൺ സാരി എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഉടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ സാരിയുടെ എൻഡ് ഭാഗം റൈറ്റ് ഭാഗത്ത് വരുന്ന രീതിയിൽ പിടിച്ചിട്ട് അത് സാരി പവടിൽ ടക്ക് ചെയ്തിട്ട് ഒന്ന് കറങ്ങുക. ആദ്യം ടക്ക് ചെയ്ത ഭാഗത്തിന് എത്തിയിട്ട് നിർത്തുക. അപ്പോൾ നമ്മൾ ഈ കോട്ടൺ സാരിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നടക്കുമ്പോൾ കോട്ടൺ സാരി കയറി വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും സാധാരണ സാരീസ് എടുക്കുന്നതിനേക്കാളും കുറച്ച് ഇറക്കം കൂട്ടിയിട്ട് വേണം നമ്മൾ കോട്ടൺ സാരിയിൽ എടുക്കാനായിട്ട്. അപ്പോൾ അത് നമ്മുടെ താഴത്തുള്ള ഭാഗം കയറി വരാതിരിക്കാനാണ്. അപ്പോൾ അങ്ങനെ കയറി വരുമ്പോൾ സാരി പവട കാണാൻ ചാൻസസ് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ പറയുന്നത്. ഇനി സാരിയുടെ മുന്താണി ഭാഗം ഒന്ന് ചുറ്റി ലെഫ്റ്റ് ഷോൾഡറിലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റഫ് പ്ലീറ്റ്സ് ഇതിലാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ സാരി അധികം ചുരുങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റഫ് പ്ലീറ്റ്സ് എടുത്തേക്കുന്നത്. ഇനി അതിൻ്റെ സാരിയുടെ മുന്താണി ഭാഗത്തിൻ്റെ ലാസ്റ്റ് വരുന്ന പ്ലീറ്റ് ഒന്ന് വലിച്ച് ലെഫ്റ്റ് ഭാഗത്ത് ഹിപ്പിൻ്റെ ഏരിയയിലോട്ട് കൊണ്ടുവന്നിട്ട് ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് പാവാടയിൽ കൂട്ടിയിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കാം. ഇനി എടുക്കേണ്ടത് ഫ്രണ്ട് പ്ലീറ്റ്സ് ആണ്. അപ്പോൾ കോട്ടൺ സാരി ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എടുക്കാനായിട്ട്. പക്ഷെ ഉടുത്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിരിക്കും, നല്ല കംഫർട്ടബിൾ ആയിരിക്കും, നല്ല ലുക്കും ആയിരിക്കും. ഫ്രണ്ട് പ്ലീറ്റ്സ് എടുത്തതിന് ശേഷം 1 by 1 ആയിട്ട് അറേഞ്ച് ചെയ്യുക. അപ്പോൾ ഒരു മീഡിയം സൈസ് പ്ലീറ്റ്സ് എടുക്കുന്നതായിരിക്കും ഭംഗി കേട്ടോ. ഇതുപോലെ അറേഞ്ച് ചെയ്തതിന് ശേഷം പ്ലീറ്റ്സൊക്കെ കൂടി ഒതുക്കി സാരി പാവാടയിലോട്ട് ടക്ക് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ടക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ പിൻ കുത്തിയ ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ റൈറ്റ് സൈഡിൽ കൂടെ ഓപ്പൺ ചെയ്തിട്ട് ആ പിൻ കുത്തിയ ഭാഗത്തിൻ്റെ പ്ലീറ്റ് റൈറ്റ് ഭാഗത്തോട്ട് മേളിലോട്ട് വലിച്ചിട്ട് ആ വലിച്ചിട്ട് കിട്ടുന്ന ഭാഗം ഒന്ന് പിരിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ പിരിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നല്ല പ്ലീറ്റ്സ് വരുന്നതായിട്ട് കാണാം ഹിപ്പിൻ്റെ ഏരിയയിൽ. അതിന് ശേഷം സാരി പാവാടയിലോട്ട് ടക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഓപ്പൺ ചെയ്ത ഭാഗം കൂടി ഒന്ന് പുറകിലോട്ട് വലിച്ചിട്ട് ടക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്രണ്ടിൽ നമ്മൾ പ്ലീറ്റ്സിന് പിൻ കുത്താൻ പോവാണ്. അപ്പോൾ നമ്മൾ ഈ കോട്ടൺ സാരി അതുകൊണ്ട് പറന്നിരിക്കാൻ ചാൻസസ് ഉള്ളതുകൊണ്ട് 1 by 1 ആയിട്ട് പ്ലീറ്റ്സ് കാണുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ അതാകുമ്പോൾ ഒന്ന് ഒതുങ്ങിയിരിക്കുന്ന പോലെ തോന്നുന്നതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലാ പ്ലീറ്റ്സും കാണുന്ന രീതിയിൽ വെക്കുക. ശേഷം ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് പ്ലീറ്റ്സും അതുപോലെ തന്നെ സാരി പൗഡറിൽ കൂട്ടിയിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ സെക്യൂർ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ലെഫ്റ്റിലെ വരുന്ന ബോർഡർ ആണെങ്കിൽ ബോർഡർ, അതല്ലാന്നുണ്ടെങ്കിൽ ആ ഭാഗമൊക്കെ നല്ല ഭംഗിയായിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം പിൻ കുത്തി കൊടുക്കാൻ, മടങ്ങി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി എടുക്കേണ്ടത് മുന്താണി പ്ലീറ്റ്സ് ആണ്. അപ്പോൾ കോട്ടൺ സാരിയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ പ്ലീറ്റ്സ് ഇട്ടാലും ഭംഗിയാണ്, ചെറിയ പ്ലീറ്റ്സ് ഇട്ടാലും ഭംഗിയാണ് ബോർഡർ സാരി ആയതുകൊണ്ട്. ഇപ്പോൾ ഇനി കോട്ടൺ സാരി ആയതുകൊണ്ട് തന്നെ നമ്മളൊന്ന് കുടഞ്ഞ് പ്ലീറ്റ്സ് എടുക്കാൻ നോക്കുക. അപ്പോൾ അങ്ങനെ കുടഞ്ഞെടുക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ട് തോന്നില്ല പ്ലീറ്റ്സ് എടുക്കാൻ, അതുകൊണ്ടാണ്. ഈ പ്ലീറ്റ്സ് എടുത്തതൊക്കെ 1 by 1 ആയിട്ട് അറേഞ്ച് ചെയ്യാം. അറേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ ലെഫ്റ്റ് ഷോൾഡറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ലെഫ്റ്റ് ഷോൾഡറിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ഒന്ന് വലിച്ചിട്ട് നമ്മൾ പ്ലീറ്റ്സിന് പിന്ന് കുത്തുന്നതിന് മുമ്പ് കേട്ടോ, ഈ മുന്താണിക്ക് പിന്ന് കുത്തുന്നതിന് മുമ്പ് ഒന്ന് വലിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് നല്ല ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും കൂടി ആ പ്ലീറ്റ്സ് എടുത്തിട്ട് ലെഫ്റ്റ് ഭാഗത്ത് കൂടി ഒന്ന് വലിക്കുക. ഇതുപോലെ വലിച്ചിട്ട് മുന്താണിയുടെ പ്ലീറ്റ്സ് ലെഫ്റ്റിലോട്ട് ഇടുക. അങ്ങനെ ആകുമ്പോൾ ഒതുങ്ങിയിരിക്കും, നല്ല ഷേപ്പ് കിട്ടുകയും ചെയ്യും ഹിപ്പിൻ്റെ ഭാഗത്ത്. അപ്പം അങ്ങനെയാണ് ഞാൻ സാധാരണ അങ്ങനെയാണ് ചെയ്യാറ്. ഇനി ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് സാരി ബ്ലൗസിലോട്ട് കുത്തി കൊടുക്കുക. ഇനി നമ്മുടെ പ്ലീറ്റ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കിക്കോളൂ. നല്ല പെർഫെക്റ്റ് ആയിട്ട് കോട്ടൺ സാരി ഇവിടെ ഉടുത്ത് കഴിഞ്ഞേക്കാണ്.
പ്ലീറ്റ്സിൻ്റെ കണ്ടല്ലോ. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് സിംഗിൾ ലെയറാണ്. അതിന് ബാക്കി എല്ലാ പ്ലീറ്റ്സും കളഞ്ഞിട്ട് ലാസ്റ്റ് വരുന്ന പ്ലീറ്റ് മാത്രം എടുത്തിട്ട് ആ ബോർഡറിൻ്റെ ഭാഗം ബ്ലൗസിലോട്ട് ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് ഭംഗിയായിട്ട് കുത്തി കൊടുക്കുക. അതിനുശേഷം ഫ്രണ്ടിലോട്ട് ഈ ഭാഗങ്ങൾ ഒതുക്കുക. അപ്പോൾ നമ്മൾ സാധാരണ സിൽക്ക് സാരീസോ അതല്ല പോളിസ്റ്റർ ടൈപ്പ് സാരീസൊക്കെ ആണെങ്കിൽ നമ്മൾ ബ്ലൗസിനോട് കൂട്ടിയിട്ട് ഒരു പിന്ന് കുത്താറുണ്ട്. പക്ഷെ നമുക്ക് കോട്ടൺ സാരിക്ക് അത് ആവശ്യമില്ല. നമുക്ക് എങ്ങനെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും അറേഞ്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കോട്ടൺ സാരി. അപ്പോൾ 1 ലെയറൊക്കെ ആണെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ല മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ പിൻസൊന്നും കുത്തിയിട്ടില്ല. നല്ല ഭംഗിയായിട്ട് 1 ലെയറും കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കോട്ടൺ സാരി ഡ്രേപ്പ് ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത സാരി ഡ്രേപ്പിംഗ് വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.